അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യേണ്ടത്, റൂംസ് ആഡ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൺഫർമേഷൻ വൗച്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, കൺഫർമേഷൻ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് നമ്മുടെ കലണ്ടറിൽ റൂംസ് ബ്ലോക്ക് ആവുന്നത്, പിന്നെ അതേപോലെ തന്നെ പെർഫോമ ബില്ല് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ മാറുകയാണ്. മീൻസ് നമ്മൾ ഇനി മുതൽ ഇൻവോയ്സ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഗസ്റ്റ് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അല്ലെ ചെക്ക് ഇൻ ചെയ്ത ശേഷം അവർ അഡീഷണലായിട്ട് കുറച്ചുകൂടെ സർവീസുകൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ദിവസം അവർ പറയുകയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻവോയ്സ് വേണം, കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യാനാണ്, അതല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബില്ല് വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഇൻവോയ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ ടോട്ടൽ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഏതൊരു പ്ലാൻ നിങ്ങൾ എടുക്കുകയാണെങ്കിലും എല്ലാത്തിലും നിങ്ങൾക്ക് ഇൻവോയ്സിലേക്ക് നിങ്ങളുടെ കൺഫർമേഷൻ വൗച്ചർ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതൊരു പ്ലാൻ എടുത്തു കഴിഞ്ഞാലും അതേപോലെ തന്നെ 30 ദിവസം നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും. ഇതിൽ ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബിഗിനേഴ്സിന് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഹോം സ്റ്റേ, അതല്ലെങ്കിൽ സർവീസ് ഇല്ല, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോപ്പർട്ടീസിന് ബേസിക് പ്ലാനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഇതെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ വൗച്ചർ ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ അതിൽ പോസിബിളാണ്. അൺലിമിറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്കിതിൽ ഇൻവോയ്സും കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബേസിക് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നോക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു എൻ്റർപ്രൈസസ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്ത ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ വീഡിയോ നമുക്ക് കാണാം. ഇപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓൾറെഡി 2 പ്രോപ്പർട്ടീസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഡെമോ റിസോർട്ട് വയനാടും, രണ്ടാമത്തേത് വയനാട് എക്സ് റിസോർട്ട്. അപ്പോൾ വയനാട് എക്സ് റിസോർട്ട് എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു പ്രൈവറ്റ് പൂൾ റിസോർട്ടായിട്ടാണ്. അതായത് 4 ബെഡ്റൂമിൻ്റെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ എടുത്തിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത് ബേസിക് പ്ലാനാണ്. അപ്പോൾ ആ ഒരു ബേസിക് പ്ലാനുള്ള ഒരാൾ എങ്ങനെയാണ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതും അത് ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അത് നമ്മൾ ഫോർ എക്സാമ്പിളായിട്ടൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് മനോജ്. ഓക്കെ, ഗസ്റ്റിൻ്റെ പ്ലേസ് നമ്മൾ കോഴിക്കോട് കൊടുക്കുന്നു. ഗസ്റ്റിന് GST ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് മാത്രം. അതേപോലെ ചെക്ക് ഇൻ ഡേറ്റ് ഇന്നാണ്, നാളെയാണ് ചെക്കൗട്ട് ഡേറ്റ് വരുന്നത്. അവർ കപ്പിൾ ആയതുകൊണ്ട് 2 അഡൽട്ട്സാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ളത് 4 റൂമിൻ്റെ പ്രോപ്പർട്ടി എന്നാണ്. അതുകൊണ്ട് ഇതിൽ റൂമിൻ്റെ നമ്പർ 4 എന്നായിരിക്കും കാണിക്കുക. പക്ഷേ ഒരു കപ്പിൾ ആയതുകൊണ്ട് നമ്മൾ ഒരു റൂമായിട്ടായിരിക്കും ഇതിൽ പ്രൊവൈഡ് ചെയ്യുക. അവർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു റൂമിന് ഇതിൽ വരുന്നത് 3500 രൂപ എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ അഡ്വാൻസ് ആയിട്ട് 1500 തന്നിട്ടുണ്ട്, UPI വഴിയാണ് തന്നിട്ടുള്ളത്. നമ്മളത് എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ട്രാവൽ ഏജൻറ്റ് വഴിയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ട്രാവൽ ഏജൻറ്റിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ട്രാവൽ ഏജൻറ്റിനെ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാതെയാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ ഈ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കിയിട്ട് വരിക. ഓക്കെ, നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ വൗച്ചർ എന്തായി, ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇന്നാണ് ചെക്ക് ഇൻ കൊടുത്തത്, നാളെയാണ് ചെക്കൗട്ട് വരുന്നത്. അപ്പോൾ ആ ഗസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്നു. അവർ ബാലൻസ് എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മളിത് അതിൽ കളക്ട് ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ ആ ഒരു ഗസ്റ്റിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ റെഫറൻസിൻ്റെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വൗച്ചർ ഓപ്പൺ ആവും. എന്നിട്ട് ഫോളിയോ ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് ബാലൻസ് എമൗണ്ട് കളക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ കളക്ട് 2000 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അത് ക്യാഷ് ആയിട്ടാണോ, UPI ID വഴിയാണോ, അല്ലെങ്കിൽ അവർ കാർഡ് തന്നിട്ടാണോ ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റെഫറൻസ് എന്താണെന്നുള്ളത് അത് കറക്റ്റായിട്ട് കൊടുത്ത ശേഷം റെക്കോർഡ് എന്നുള്ള നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് കൂടെ കളക്ട് ആയിട്ട് ആ വൗച്ചർ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി ഈ ഗസ്റ്റ് ചെക്കിനായി ഇനിയിപ്പോൾ നൈറ്റ് അവർ വേറെ എന്തെങ്കിലും ബാർബിക്യൂ സർവീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെടുത്തുനിന്ന് അഡീഷണലായിട്ട് അവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ പോസ്റ്റ് ചാർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ബാർബിക്യൂ ആണെങ്കിൽ ബാർബിക്യൂ എന്ന് പറയുന്നത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രൈസ് എത്രയാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഇവിടെ വന്നോളൂ. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ
അഡീഷണലായിട്ട് ഇപ്പോൾ വാട്ടർ ബോട്ടിൽസ് മേടിച്ചു. വാട്ടർ ബോട്ടിൽ അതൊരു 5 എണ്ണമാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റേറ്റും ഇതിൻ്റെ കൂടെ ആഡ് ആയിക്കോളും. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് 11 മണിയാകുമ്പോൾ അവർ ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ വൗച്ചർ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഈ കളക്ട് ബാലൻസ് എമൗണ്ട്, അതായത് അഡീഷണൽ സർവീസിൻ്റെ ചാർജ് എത്രയാണോ അത് കളക്ട് ചെയ്യുക. അവരേത് രീതിയിലാണോ തരുന്നത് അത് റെക്കോർഡ് കൊടുത്തിട്ട് സേവ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പേയ്മെൻറ്റ് ഹിസ്റ്ററി ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ വൗച്ചർ മൊത്തമായിട്ട് എന്തായി, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റ് പറയുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻവോയ്സ് വേണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഓപ്ഷനിൽ തന്നെ ഇവിടെ വൗച്ചർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇഷ്യൂ ടാക്സ് ഇൻവോയ്സിലേക്ക് പോകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കളക്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഇഷ്യൂ ടാക്സ് ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡാറ്റ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നതായിരിക്കും. അതായത് ഗസ്റ്റിൻ്റെ ഫുൾ അഡ്രസ്സ്, അവരുടെ GST നമ്പർ, പിന്നെ ഇൻവോയ്സിൽ എന്തെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ലേറ്റ് ചെക്കൗട്ടോ അങ്ങനെ അതല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി വന്നിട്ട് പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്യുന്നതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഈ ഇൻവോയ്സ് നോട്ടിൽ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വയനാടാണെങ്കിൽ വയനാട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായി ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് താഴോട്ടേക്ക് വരിക. അതേപോലെ തന്നെ അവരുടെ പേയ്മെൻറ്റ് മെത്തേഡുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്തിട്ട് ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യുക. എന്നിട്ട് സേവ് പേയ്മെൻറ്റ് ആൻഡ് ഗസ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻവോയ്സിലേക്ക് അത് കൺവേർട്ട് ആയിക്കോളും. ഓക്കെ, അങ്ങനെ ആ കൺവേർട്ട് ആയിട്ടുള്ള ഇൻവോയ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അല്ല, നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഇടേണ്ട, GST ഡീറ്റെയിൽസ് ഉൾപ്പെടെ. ഇനി ഗസ്റ്റിൻ്റെ GST ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും ഇവിടെ വരുന്നതായിരിക്കും. അവരുടെ എമൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇങ്ങനെയാണ് ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും പാർഷ്യൽ ക്രെഡിറ്റ് നോട്ടും അതേപോലെ തന്നെ ഡെബിറ്റ് നോട്ടും. പാർഷ്യൽ ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ബില്ലിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഗസ്റ്റിന് കൊടുത്ത ഒരു സർവീസ് അവർ ക്യാൻസൽ ചെയ്തു. ആ ഒരു സർവീസിന് ഇപ്പോൾ 1000 റുപ്പീസാണ് നിങ്ങൾ അഡീഷണലായിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അതാണെങ്കിൽ നിങ്ങൾ ബില്ലിൽ എൻട്രി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു എമൗണ്ട് കുറച്ച് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്രെഡിറ്റ് നോട്ടിലേക്ക് വന്നിട്ട് എത്രയാണോ എമൗണ്ട് ഉള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ പാർഷ്യൽ റീഫണ്ട് അല്ലെങ്കിൽ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് എന്തായിരുന്നു അതിൻ്റെ സർവീസ്, അത് അവർ ഉപയോഗിച്ചില്ല എന്നുള്ളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇഷ്യൂ ക്രെഡിറ്റ് നോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവോയ്സ് ക്രെഡിറ്റ് നോട്ട്സിലേക്ക് എന്തായിക്കോളും വന്നോളൂ. അപ്പോൾ നിങ്ങളിത് ഫയൽ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു ഇൻവോയ്സും ആ ഒരു ക്രെഡിറ്റ് നോട്ടും കൂടെ ഒരുമിച്ച് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. ഇതേപോലെ തന്നെയാണ് ഡെബിറ്റ് നോട്ടും വരുന്നത്. ഡെബിറ്റ് നോട്ട് എന്ന് പറയുമ്പോൾ ഗസ്റ്റ് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലും അഡീഷണലായിട്ട് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ സർവീസ് അവർ ആഡ് ചെയ്യണം, ഇപ്പോൾ വാട്ടർ ബോട്ടിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ പ്രോപ്പർട്ടിയിൽ നിന്ന് അവർ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് എത്രയാണ്, അതിൽ അഡീഷണൽ ചാർജ് ആണോ അല്ലെ റേറ്റ് കറക്ഷൻ ആണോ എന്താണോ ഉള്ളത് അത് ഇതിൽ ടൈപ്പ് ചെയ്യുക. അതായത് ഗസ്റ്റ് ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എമൗണ്ട് തരാനുള്ള ഡീറ്റെയിൽസ് എന്താണോ എന്നുള്ളത് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളത് ഇഷ്യൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെബിറ്റ് നോട്ട്സിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേ ഇൻവോയ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മതി, ഈ ഇൻവോയ്സിൻ്റെ ബിൽ നമ്പറും അത് ഇൻവോയ്സിൻ്റെ നമ്പറും നിങ്ങളുടെ ക്രെഡിറ്റ് നോട്ടിലെ ഇൻവോയ്സിൻ്റെ നമ്പറും സെയിം ആയിരിക്കും. അത് രണ്ടും ഒരുമിച്ച് എടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു സിംഗിൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ബേസിക് പ്ലാന് എടുത്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതും ആ വൗച്ചർ ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും ഈ രീതിയിലാണ്. ഓക്കെ.